പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യൻ സായുധ സേനയുടെ 3 വിഭാഗങ്ങളും കര, നാവിക, വ്യോമസേന ഈ 3 വിഭാഗങ്ങളും ഇപ്പോൾ അതീവ ജാഗ്രതയിലാണ്. പാകിസ്ഥാന്റെ അതിർത്തിയിൽ ഇന്ത്യൻ റാഫേൽ ജെറ്റുകൾ പട്രോളിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ വ്യോമസേന ആക്രമൺ എന്ന പേരിൽ വമ്പൻ യുദ്ധാഭ്യാസം നടത്തിയിരിക്കുന്നു. പർവ്വത പ്രദേശങ്ങളിലും കരപ്രദേശങ്ങളിലുമുള്ള വ്യോമസേനയുടെ ആക്രമണശേഷി വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ അഭ്യാസ പ്രകടനത്തിന്റെ പ്രധാന ലക്ഷ്യം. വ്യോമസേനയിലെ പൈലറ്റുമാർക്ക് ഉയർന്ന തീവ്രതയുള്ള സംഘർഷ സാഹചര്യങ്ങളെ അതേപടി അനുകരിക്കുന്ന തരത്തിലുള്ള പോരാട്ട പരിശീലനം, അതുപോലെ യഥാർത്ഥ സാഹചര്യങ്ങളിൽ എന്ന പോലുള്ള അനുഭവവും നൽകാനുള്ളതായിരുന്നു ഈ അഭ്യാസം. എന്തായാലും കര, നാവിക, വ്യോമസേന രണ്ടും കൽപ്പിച്ചു തന്നെയാണ്. യുദ്ധശേഷിയും ഏകോപനവും മെച്ചപ്പെടുത്തലാണ് ഇത്തരം പരിശീലനങ്ങൾ നടത്തുന്നതിലൂടെ ലക്ഷ്യമിടുന്നത്. സാധാരണയുള്ള അഭ്യാസം മാത്രമാണിത് എന്ന് സൈനിക വൃത്തങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും തയ്യാറാണ് എന്ന താക്കീതാണ് ശത്രു രാജ്യങ്ങൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന റാഫേൽ യുദ്ധവിമാനങ്ങളുടെ 2 സ്ക്വാഡ്രണുകൾ നിലവിൽ തന്ത്രപ്രധാന മേഖലകളിൽ വിന്യസിച്ചു കഴിഞ്ഞു. പഞ്ചാബിലെ അംബാലയിലും പശ്ചിമ ബംഗാളിലെ ഹഷിമാരയിലുമാണ് ഈ സ്ക്വാഡ്രണുകൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. അത്യാധുനിക മിസൈലുകളും അത്യാധുനിക റഡാർ സംവിധാനങ്ങളുമുള്ള റാഫേൽ വിമാനങ്ങൾ ഏത് സാഹചര്യത്തെയും നേരിടാൻ ശേഷിയുള്ളവയുമാണ്. 2019 ഫെബ്രുവരിയിൽ ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകളിൽ വ്യോമാക്രമണം നടത്താൻ ഇന്ത്യൻ വ്യോമസേന കാര്യമായി ഉപയോഗിച്ചിരുന്നത് റാഫേലുകളാണ്. അതിനുശേഷമാണ് പ്രതിരോധ രംഗം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇന്ത്യ ഫ്രാൻസിൽ നിന്ന് അത്യാധുനിക റാഫേൽ യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കിയത്. ഈ വിമാനങ്ങൾ വ്യോമസേനയുടെ ആക്രമണശേഷി ഗണ്യമായി വർദ്ധിപ്പിച്ചു. ആക്രമൺ പോലുള്ള സൈനികാഭ്യാസങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ തയ്യാറെടുപ്പും കാര്യക്ഷമതയും ഉറപ്പുവരുത്തുന്നതിനുള്ള സുപ്രധാന നടപടിയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇത് രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകരുകയാണ്. നാവികസേനയ്ക്കായി 26 റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഇന്ത്യ ഫ്രാൻസുമായി 63,000 കോടിയുടെ കരാറിൽ ഏർപ്പെടാൻ തീരുമാനിച്ചിരുന്നു. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമായിരുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ യശസ് ഉയർത്തിയത്. അതിർത്തി കടന്നുള്ള പാകിസ്ഥാന്റെ കടന്നുകയറ്റത്തിന് ഇന്ത്യൻ വ്യോമസേന കനത്ത തിരിച്ചടിയാണ് നൽകിയത്. പാകിസ്ഥാന്റെ നിരവധി ടാങ്കുകളും വിമാനങ്ങളും ഇന്ത്യ തകർത്തു. സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് ശേഷം പ്രധാനപ്പെട്ട 4 യുദ്ധങ്ങളിൽ നിർണായക പങ്ക് വഹിച്ച ഇന്ത്യൻ വ്യോമസേന ലോകത്തെ ഏറ്റവും മികച്ച വ്യോമസേനകളിൽ ഒന്നാണെന്ന്. ഏറ്റവും അവസാനമായി പാകിസ്ഥാനിലെ ബാലാകോട്ടിലെ ഭീകര ക്യാമ്പുകൾ തകർത്തു മടങ്ങിയതും വ്യോമസേനയായിരുന്നു എന്നത് മറക്കണ്ട. കാശ്മീരിലെ പഹൽഗാമിൽ 26 നിരപരാധികളുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന് ഇന്ത്യ ചുട്ട മറുപടി നൽകും എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. 2019 സെപ്റ്റംബർ 29 പാക് അതിർത്തിയിൽ ഇന്ത്യ നടത്തിയ സർജിക്കൽ ആക്രമണത്തിന് കൃത്യം 11 ദിവസം മുൻപ് പ്രധാനമന്ത്രി സമാന തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. സൈനിക നടപടിക്ക് മടിക്കില്ല എന്നതിന്റെ സൂചനയായി അറബിക്കടലിൽ കപ്പലിൽ നിന്ന് നാവികസേന മിസൈൽ പരീക്ഷണം നടത്തുന്നു. നാവികസേനയുടെ വിമാനവാഹിനി കപ്പൽ INS വിക്രാന്ത് അറബിക്കടലിൽ പാകിസ്ഥാന്റെ ജലാതിർത്തിയിലേക്ക് നീങ്ങി. 40 യുദ്ധവിമാനങ്ങളും 10 ഹെലികോപ്റ്ററുകളും 64 മിസൈലുകളും വഹിക്കാൻ ശേഷിയുണ്ട്. സെൻട്രൽ സെക്ടറിൽ വൻ വ്യോമാഭ്യാസം നടത്തി. സുരക്ഷ വിലയിരുത്താൻ കരസേനാ മേധാവി ഇന്ന് ജമ്മു കാശ്മീരിലെത്തുന്നുണ്ട്. ഡൽഹിയിൽ കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര യോഗങ്ങൾ കഴിഞ്ഞ ദിവസം പാകിസ്ഥാനെതിരെ പ്രഖ്യാപിച്ച നടപടികളിലേക്ക് ഇന്ത്യ കടന്നു. പാക് പൗരന്മാർക്കുള്ള വിസ നടപടികൾ നിർത്തലാക്കി. 27-നകം പാകിസ്ഥാൻ പൗരന്മാർ രാജ്യം വിടണമെന്നാണ്. മെഡിക്കൽ വിസ കാലാവധി ഏപ്രിൽ 29 വരെ. ബീഹാറിലെ മധുബനിയിൽ നടന്ന ചടങ്ങിലാണ് പാകിസ്ഥാനെ പേരെടുത്ത് പറയാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുന്നറിയിപ്പ്. ഉത്തരവാദികളായ ഭീകരരും ഗൂഢാലോചന നടത്തിയവരും അവർ സങ്കല്പിക്കുന്നതിലും അപ്പുറമുള്ള ശിക്ഷ നേരിടേണ്ടി വരും. ഭീകരത ഇന്ത്യയുടെ ആത്മാവിനെ ഒരിക്കലും തകർക്കില്ല. 140 കോടി ഇന്ത്യക്കാരുടെ ഇച്ഛാശക്തി ഭീകരവാദികളെ ഉന്മൂലനം ചെയ്യും. ഭൂമിയുടെ ഏതറ്റം വരെയും ഇന്ത്യ അവരെ പിന്തുടരും. ഇന്ത്യയെ പിന്തുണച്ച രാജ്യങ്ങളിലെ ജനങ്ങളോടും നേതാക്കളോടും മോദി നന്ദി അറിയിച്ചിരുന്നു. എന്തായാലും ജനുവരിയിൽ കമ്മീഷൻ ചെയ്ത INS സൂററ്റ് എന്ന യുദ്ധക്കപ്പലിൽ നിന്നുള്ള മിസൈൽ പരീക്ഷണത്തിന്റെ ദൃശ്യങ്ങൾ നാവികസേന കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. കപ്പലിൽ നിന്ന് വിക്ഷേപിച്ച ആകാശ ലക്ഷ്യം തകർക്കുന്ന മധ്യദൂര വ്യോമ പ്രതിരോധ മിസൈലാണ് അറബിക്കടലിൽ പരീക്ഷിച്ചത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വിദേശകാര്യമന്ത്രി ജയശങ്കറും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സന്ദർശിച്ച സ്ഥിതിഗതികൾ ബോധ്യപ്പെടുത്തി. US, റഷ്യ, ഫ്രാൻസ്, ചൈന, കാനഡ, റഷ്യ, ജപ്പാൻ, ജർമ്മനി, പോളണ്ട്, UK, ഇറ്റലി, ഖത്തർ, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ അംബാസഡർമാരെ വിദേശകാര്യ മന്ത്രാലയത്തിൽ വിളിച്ചു വരുത്തി ഭീകരാക്രമണവും ഇന്ത്യയുടെ നിലപാടും വിശദീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ത്യ ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ് എന്ന് തന്നെയാണ് സൂചനകൾ. എന്നാൽ അത് എന്ന്, എപ്പോൾ, എവിടെ വെച്ച് അതുമാത്രം വ്യക്തമല്ല. ന്യൂസ് ഡെസ്ക് കർമാൻസ്.